കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇന്ന് ഞങ്ങൾ പുതിയൊരു പ്രിപ്പറേഷനിലേക്ക് കടക്കുകയാണ്. അതിനായി നമ്മൾ ആദ്യം നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴം ചായ എന്ന് പറയും. ബനാന ചായ. അതിനായി നമ്മൾ 2 പഴമാണ് എടുത്തിരിക്കുന്നത്. സൗദിയിൽ മാത്രം കിട്ടുന്ന പഴമാണിത്. വെറൈറ്റി പഴമാണ്. റോബസ്റ്റോ എന്ന് പറയും. ആ റോബസ്റ്റോ പഴം 2 എടുത്തിട്ടുണ്ട്. അത് പുനപുനാന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് വാരി തിന്നുകൊണ്ട് പിന്നെ അധികം വരുന്ന പഴം നമ്മൾ ചായയിലേക്ക് ഇടാനായിട്ട് ഉള്ള പ്ലാനിങ്ങിലാണ്. അതിനായി പാലെടുത്തിരിക്കുന്നു. 1 ഗ്ലാസ് പാലെടുത്തുകൊണ്ട് വെച്ചിരിക്കുന്നു. 4 പേർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ 4 പേർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചായ ഉണ്ടാക്കുന്നത്. 4 പേര് 4 അല്ലേ? 6 കൂട്ടുവാണെങ്കിൽ അപ്പൊ വെള്ളം കൂട്ടണം. വെള്ളം കൂട്ടാൻ കുഴപ്പമൊന്നുമില്ല. 2 ഗ്ലാസ് പാല് 2.5 പാക്കറ്റിലെ പാല് മൊത്തം നമ്മൾ എടുത്തിരിക്കുന്നു. 2 ഗ്ലാസ് പാൽ എടുത്തിരിക്കുന്നു. 2 ഗ്ലാസ് പാലിന് എത്ര ഷെഫ് വെള്ളം വേണ്ടത്? അത് നമ്മൾ കാലിന്റെ അനുസരിച്ച് പ്രശ്നമൊന്നുമില്ല. 2 ഗ്ലാസ് പാലിന് നമ്മളിപ്പം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 3 ഗ്ലാസ് ആയിട്ടുണ്ട് ആൾറെഡി. 3 ഗ്ലാസ്സിലേക്ക് ഇനിയും വേണം കൈ ഒഴിക്കാനായിട്ട് വയ്ക്കുകയാണ് ശേഷം. അൽമറയുടെ പാലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഏത് തരത്തിലുള്ള പാല് നമുക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യണമെന്ന്. ഇപ്പൊ എത്ര പാലുണ്ട്? ഇപ്പൊ എത്ര പാല് വെച്ചിട്ടുണ്ട്? ഇപ്പൊ 2.5 ഗ്ലാസ് പാല്, അതിന് 2 ഗ്ലാസ് വെള്ളം, മൊത്തം 5 ഗ്ലാസ് ചായക്കുള്ളതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഏലക്ക, പട്ട, ഗ്രാമ്പൂ, ഈ 3 ഐറ്റം നമ്മൾ ചായയിലേക്ക് ഇട്ടിരിക്കുന്നു. അതിനുശേഷം ഗ്യാസ് കത്തിച്ചു. ചൂടായിക്കൊണ്ടിരിക്കുകയാണ്, തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം നമ്മളുടെ ബനാന ടീ ആണ്. നമ്മളെപ്പോഴും വെറൈറ്റി വീഡിയോസ് മാത്രമേ ചെയ്യാറുള്ളൂ. നോർമൽ വീഡിയോസ് നമ്മൾ ചെയ്യാറില്ല. അങ്ങനെ വെറൈറ്റി ഐറ്റംസ് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മുടെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്ന് നമുക്ക് വേണ്ടി ഈ പാല് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അൽമറായി കമ്പനിയുടെ പാലാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത്. സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം ഗോപാലാണ് നമുക്ക് സ്പോൺസർ ചെയ്ത പാലിലാണ് നമ്മൾ ചായ ഉണ്ടാക്കുന്നത്. പാലിനാണ് തിളച്ചുകൊണ്ടിരിക്കുന്നു. സാവധാനം തിളയ്ക്കുകയാണ്. അതിലേക്ക് നമ്മൾ ചായപ്പൊടി ഇടുകയാണ്. തിളച്ചുകൊണ്ടിരിക്കുന്ന ചായയിലേക്ക് പാലിലോട്ട് തേയിലപ്പൊടി ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടിയ ടീ ബാഗാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ടീ ബാഗ് ഓരോന്നോരോന്നായി 1 2 3 4 5 ചായക്കായിട്ട് 5 ടീ ബാഗാണ് എടുത്തിരിക്കുന്നത്. 5 ടീ ബാഗും വലിയ നമ്മുടെ പാലിലേക്ക് ചെറുതായിട്ട് മുക്കി എടുക്കുന്നുണ്ട്. പാല് തിളച്ചിട്ടില്ല ഇതുവരെയായിട്ടും. തിളക്കുന്നതിനുള്ള പാലിലേക്ക് നമ്മുടെ മെയിൻ ഐറ്റം, നമ്മുടെ റോബസ്റ്റോ പഴം, ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന റോബസ്റ്റോ പഴം പാലിലേക്ക് ഇടാൻ പോവുകയാണ്. പാലിലേക്ക് ഇട്ടിരിക്കുന്നു. ഇട്ട പാല് പാതി വെളിയിൽ തെറിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, ഇതൊന്നും പ്രശ്നമില്ല. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പാൽ ചായ ഇട്ടുകൊണ്ടിരിക്കുന്നത് തവി എടുക്കാൻ മറന്നുപോയി. കഴിഞ്ഞ പ്രാവശ്യം സെയിം കറിയിൽ ഇത് തന്നെയായിരുന്നു വിഷയം. ഷെഫിന് ചെറിയ മറവിയുടെ അസുഖമുണ്ട്. ചിലപ്പോൾ ഇട്ട സാധനം വീണ്ടും ഇടുന്നതായിരിക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ ഷെഫ് നമ്മുടെ ദീപാക കട്ട് ചെയ്ത് ചായയിലേക്ക് തന്നെ ഇട്ടു. ചായ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അതിവേഗം തിളച്ചുകൊണ്ടിരിക്കുന്ന ചായയാണ്. ഇളക്കുന്നുണ്ട്, നല്ല രീതിയിൽ ഇളക്കുന്നുണ്ട്. ഹലോ ഗൈസ്, നമ്മളുടെ പാല് ഇതാ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ആർക്കെങ്കിലും ഇതുപോലെയുള്ള റെസിപ്പി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വേണ്ട സാധനങ്ങളും കാര്യങ്ങളെല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നതായിരിക്കും. ഈ ചായക്ക് ആവശ്യമായി വേണ്ടത് 2 റോബസ്റ്റോ പഴം, തേയില, ഏലക്ക, പട്ട, ഗ്രാമ്പൂ, പാല് നമുക്ക് ഏത് പാല് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഞങ്ങളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന അൽമറയുടെ പാലാണ്.
നല്ല കൊഴുപ്പേറിയ പാലുകളുണ്ടെങ്കിൽ അത് നമുക്ക് ഈ ചായക്ക് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ പാല് തിളച്ചുകൊണ്ടിരിക്കുന്നു. നല്ലപോലെ ഇളക്കി കൊടുക്കുക, അടി പിടിക്കാതെ. പാല് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഷെഫ് ഷർട്ട് മാറി വന്നിരിക്കുന്നു. നമ്മുടെ പാല് തിളച്ചിരിക്കുന്നു, തിളച്ചുകൊണ്ടിരിക്കുകയാണ്. പാലിലേക്ക് പഞ്ചസാര എടുക്കുകയാണ്. ഷുഗർ ഉള്ളവരാരും ഈ പാല് ഈ ചായ കുടിക്കുന്നത്. ഷുഗർ ഉള്ളവർക്ക് കുടിക്കാൻ പറ്റിയ ചായയല്ല ഇത്. കുടിക്കാം, പഞ്ചസാര ഇല്ലാതെ കുടിക്കാം. പഞ്ചസാര ഇല്ലാതെ കുടിക്കാവുന്നതാണ്. ഞങ്ങൾക്ക് ആർക്കും ഇവിടെ ഷുഗർ ഇല്ല, അതുകൊണ്ടാണ് ഞങ്ങൾ പഞ്ചസാര ആർക്കുണ്ട്. ഒരു കോഴിക്കോടുകാരൻ ചെറുക്കനുണ്ട്, ഓന് ഷുഗറിന്റെ അസുഖമാണ്. അവൻ ഒഴിച്ച് ബാക്കി എല്ലാരും ഇപ്പൊ ചായ കുടിക്കും. ഞങ്ങൾക്ക് ആകെ ഷുഗറില്ല. നമ്മളുടെ ചായ കണ്ട ഇത് അതിന്റെ പരിസമാപ്തിയിലേക്ക് കിടക്കുകയാണ്. പഴം ചായ, വെറൈറ്റി പഴം ചായ. നല്ല രീതിയിൽ വറ്റണം. നല്ല സൂപ്പർ, നല്ല അടിപൊളി, നല്ല പഴത്തിന്റെ സൂപ്പർ മണം വന്നുകൊണ്ടിരിക്കുന്നു. അടുത്ത റൂമിൽ ആൾക്കാർ, പിള്ളേർ വരെ എന്ന് ചോദിക്കുന്നുണ്ട്, എന്ത് ചായയാണ് ചേട്ടന്മാരെ നിങ്ങൾ ഉണ്ടാക്കുന്നത്. നമ്മൾ പറയുന്നത് നമ്മളെ കേരള, നമ്മളെ മലയാളികളിൽ നമ്മൾ വെറൈറ്റി ചായകൾ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. വെറൈറ്റി ചായ ഹിന്ദിക്കാർ വരെ നമ്മുടെ ചായ കൊതിച്ച് ഞങ്ങൾ പറഞ്ഞു വേണം 2 ഡ്രോപ്സ് നിങ്ങൾക്ക് വേണം തരാം, ഗ്ലാസ് എടുത്തിട്ട് വരാൻ പറഞ്ഞു. ചായ നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല സൂപ്പർ മണം വരുന്നുണ്ട്. ഏലക്കയുടെയും പട്ടയുടെയും ഗ്രാമ്പൂവിൻ്റെയും നല്ല പഴത്തിൻ്റെയും ഒക്കെ മണം വരുന്നുണ്ട്. ആ പഴത്തിൻ്റെ സത്തെല്ലാം നമ്മൾ പാലിലിറങ്ങി ആ പഴത്തിൻ്റെ ഒരു ഗുണവും രുചിയും കാര്യങ്ങളെല്ലാം നമുക്ക് ആ ചായയിൽ കിട്ടുന്നതാണ്. പഴവിട്ട് ചായ ഉണ്ടാക്കുമ്പോൾ പ്രധാന ഗുണം ഇത് തന്നെയാണ്. നമ്മുടെ ചായ കണ്ടിതാ അതിൻ്റെ പരിസമാപ്തി ആയിരിക്കുന്നു. 95% നമ്മുടെ ചായ തിളച്ച് പഴത്തിൻ്റെ സത്തിറങ്ങാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ചായ ചൂടായിക്കൊണ്ടിരിക്കുന്നത്.